ഈവിംഗ് സർക്കോമ. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കാൻ നിങ്ങൾക്കെല്ലാം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഞാൻ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെ. ഈവിംഗ് സർക്കോമ എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. ഈ ക്യാൻസർ പൊതുവെ കണ്ടുവരുന്നത് കുട്ടികളിലാണ്. യങ് ടീനേജിൽ വരുന്ന കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇത് മെയിൻലി അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ബോൺസിലാണ്, സോഫ്റ്റ് സെൽസിലാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് റയറസ്റ്റ് ക്യാൻസർ കൂടിയാണ്. ഈ റയർ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ പിടിപെടാനുള്ള ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്റ്റഡീസ് പോലും പറയുന്നത് ജനറ്റിക്കൽ റീസൺ കൊണ്ട് തന്നെയാണ്. പലപ്പോഴും ഈ ഒരു ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മളെല്ലാവരും ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത് വരില്ല, നമ്മുടെ പേരക്കുട്ടികൾക്ക് അത് വരില്ല എന്നൊരു ധാരണയിൽ അതിനെ ഒരു രീതിയിൽ മൈൻഡ് ചെയ്താൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ദയവ് ഇത് ചെയ്യരുത്. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ അഫക്ട് ചെയ്താൽ, ഈവൻ ഈവിംഗ് സർക്കോമ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആയിക്കോട്ടെ, അത് അഫക്ട് ചെയ്താൽ നിർബന്ധമായിട്ടും മിനിമം 1 year 2 year ഗ്യാപ്പിൽ ക്യാൻസറിനെ ഐഡന്റിഫൈ ചെയ്യാൻ ട്രേസ് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണാത്തതിന്റെ റീസൺ കൊണ്ടാണ് പല ആൾക്കാർക്കും പല നഷ്ടങ്ങളും പേഴ്സണൽ ലൈഫിൽ വരുന്നത് തന്നെ. സോ ഇനിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഈ വീഡിയോ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ആൾക്കാരോടും റെക്കമെൻഡ് ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ആൾക്കാരോടും ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു.